ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മളെ പുരയിൽ ചെറിയൊരു ഫങ്ഷൻ വരാൻ പോകുന്നതാണ്. അതുകൊണ്ട് നമ്മളെ പുരയെല്ലാം വൃത്തിയാക്കുന്നുള്ളതാണ്. എൻ്റെ ഹസ്ബൻഡാണ് പെയിൻ്റെല്ലാം കൊടുക്കുന്നുള്ളത്. അങ്ങനെ എല്ലാം വെളിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം ഉമ്മാൻ്റെ റൂമാണ് പെയിൻ്റ് കൊടുക്കുന്നുള്ളത്. അങ്ങനെ അതെല്ലാം ഹോളിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനമെല്ലാം ഹോളിൽ കൊണ്ടിട്ടിട്ടുള്ളതാണ്. എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ പണി എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ചായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഈ ഓരോരോ ദിവസം ഓരോരോ റൂമായിട്ട് തീർത്തതാണ്. അങ്ങനെ റൂമും ഹോളെല്ലാം കഴിഞ്ഞ് അങ്ങനെ കിച്ചണിലാണ് ഇന്ന് പണി. അങ്ങനെ കിച്ചണിലത്തെ എല്ലാം വെളിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഫ്രിഡ്ജ്, സ്റ്റാൻഡ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ രാവിലെ എല്ലാം ക്ലീനാക്കിയിട്ട് ഞാനത് വേറെ റൂമിലേക്ക് കൊണ്ടുവയ്ക്കലാണ്. അപ്പം എല്ലാം കാലിയാക്കിയാൽ ഹസ്ബൻഡിന് വന്നിട്ടാകുമ്പം പണിയെടുക്കാൻ എളുപ്പമല്ലേ. അതുകൊണ്ട് എല്ലാം സെറ്റാക്കി വെക്കലാണ് രാവിലെ തന്നെ. ഞാൻ ഇപ്പം രാത്രിയാണ് ഗൈസ് പണിയെടുക്കുന്നത്. രാത്രി ഒരു 12-1 മണി വരെയെല്ലാം എടുക്കും. എന്നാലല്ലേ നമുക്ക് പരിപാടി നമുക്ക് തീർക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് ഇതുവരെ പരിപാടി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ മോളെ കാതുകുത്തു മംഗലമാണ്. അതുകൊണ്ട് എൻ്റെ രാജകുമാരീൻ്റെ കാതുകുത്തു മംഗലമാണ്. എൻ്റെ മോളെ കുറേ നാളത്തെ ഒരാഗ്രഹമാണത്. അതുകൊണ്ട് നമ്മൊരു വലിയൊരു പരിപാടി തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെ ഫ്രിഡ്ജെല്ലാം ക്ലീനാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ഷോപ്പിംഗ് പരിപാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് ലാസ്റ്റത്തെ ദിവസമാണ് പണീൻ്റെ. അതുകൊണ്ട് ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. അതുകൊണ്ട് പകൽ മുഴുവൻ എടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ മോനിക്ക് കുറേ വർക്കെല്ലാം ഉണ്ട് ചെയ്യാൻ കൊടുത്തിട്ട്. ടീച്ചർ വെക്കേഷനായാലും ഇടയ്ക്കിടയ്ക്ക് വർക്ക് കൊടുക്കും ചെയ്യാൻ. അങ്ങനെ അതെല്ലാം ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സെല്ലാം ഉണ്ടായിനന്ന്. അങ്ങനെ പെയിൻറ്റ് കൊടുക്കലും പഠിത്തവും മക്കളെ കളിയും എല്ലാം വലിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയെല്ലാം കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങേറല്ല. എനിക്കിതെല്ലാം ഒന്ന് സെറ്റായിട്ട് വേണം ഒരു സമാധാനം കിട്ടണമെങ്കിൽ. ഇതെല്ലാം നമുക്കിങ്ങനെ വാരി വലിച്ചിട്ടിട്ടാകുമ്പം ഇവർ കാണാൻ രസമില്ലല്ലോ. നമ്മളെ ബെഡ്റൂമെല്ലാം ഇന്ന് കൊടുക്കുന്നത് ഒരു ബെഡ്റൂമിലായി. ഇനി നമ്മളെ ബെഡ്റൂമിലും കിച്ചണ്, ഹോള് അങ്ങനത്തെ അടുത്തെല്ലാം കൊടുക്കാനുണ്ട്. ഇന്ന് പകലായതുകൊണ്ട് ഉമ്മ ചീര വറവ്, വെണ്ടക്ക വറവെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം മുറിക്കുന്നതാണുള്ളത്. അങ്ങനെ സ്റ്റോർ റൂമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിലത്തെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പരിപാടീൻ്റെ ഈ തിരക്കിലായിപ്പോയത് കൊണ്ട് കുറേ ദിവസമായി ഞാൻ നേരെ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. ഇതിൻ്റെ തന്നെ ആയിപ്പോയി. അതുകൊണ്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല. ഫോൺ തന്നെ ശരിക്കും ഉപയോഗിക്കാൻ ടൈം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മളെ പെയിൻറ്റിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് നമ്മൾ ഷോപ്പിംഗ് തുടങ്ങി ഗൈസ്. ഇത് ഫസ്റ്റ് ദിവസത്തെ ഷോപ്പിംഗ് ആണ്. നമ്മൾ ആദ്യം പോയത് സെഞ്ചുറിയിലേക്കാണ്. സെഞ്ചുറിയിൽ നല്ല കളക്ഷനെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം സെഞ്ചുറിയിലേക്ക് പോയത്. ഞാനും മക്കളും ഉമ്മാൻ്റെ അനിയത്തിയും പിന്നെ ഉമ്മാൻ്റെ വേറൊരു അനിയത്തിയും മോളും ഉണ്ട്. അങ്ങനെ നമ്മൾ മോൾക്ക് കുറേ ടൈപ്പ് ഡ്രസ്സ് ഇട്ട് നോക്കി. അങ്ങനെ ഒന്ന് നമ്മൾ ലാസ്റ്റ് സെലക്ട് ആക്കി. ആടുന്ന് നമ്മൾ ജ്യൂസെല്ലാം തന്നു നമുക്ക്. നമ്മളെല്ലാം ജ്യൂസെല്ലാം കുടിച്ച് ആടുന്ന് നേരെ വന്ന് നമ്മളെല്ലാവരും മാച്ചാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് എനിക്ക് അതിനുള്ള തുണിക്ക് പരാഗിയിലും ഇങ്ങനെ മുറിച്ച് വെക്കുന്ന കുറേ പിടിയിൽ നമ്മൾ പോയി എവിടുന്നും കിട്ടിയിട്ട് ഗൈസ്. ആ പാൻറ്റിൻ്റെ തുണി കിട്ടുമ്പോൾ ടോപ്പിൻ്റെ തുണി കിട്ടൂല, ടോപ്പിൻ്റെ തുണി കിട്ടുമ്പോൾ ലൈനിങ് കിട്ടൂല. അങ്ങനെയെല്ലാമായിട്ട് നമ്മൾ കുറേ ഇടങ്ങേറിലായിപ്പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി മോൾക്ക് ഫാൻസിയും ചെരുപ്പെല്ലാം എടുത്തതിന് ശേഷം എൻ്റെ ഡ്രസ്സിൻ്റെ നോക്കാമെന്നാണ്. അങ്ങനെ അതെല്ലാം വെച്ച് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി. നല്ല ഉച്ചൻ്റെ ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ അടുത്തത് പോയത് ശോഭികയിലേക്കാണ്. ഫൈനൽ ആടുന്നാണ് നമുക്ക് കിട്ടിയത് ഡ്രസ്സ്. അങ്ങനെ നമ്മൾ അവിടെ പോയി ഡ്രസ്സ് പാൻറ്റും ടോപ്പിൻ്റെ എല്ലാം തുണിയെല്ലാം വാങ്ങി നമ്മൾ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞ്. അങ്ങനെ ഇത് പിറ്റേ ദിവസം പോയത് ഞാനും ഉമ്മാവും മക്കളുമാണ് പോയിട്ടുണ്ടായത്. ഉമ്മാക്ക് ഷുഗർ നോക്കാനുണ്ടായിന്. അങ്ങനെ ഷുഗറെല്ലാം നോക്കി
ഫാൻസി പീടികയിൽ പോവാണ്. അങ്ങനെ ആടുന്ന് ഫാൻസി എല്ലാം വാങ്ങി. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞ് നമുക്ക് വിശക്കുന്നു ദാഹിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ സിറ്റി മാളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഒരു ഹോട്ടൽ. അവിടെ പോയിട്ട് ഉണ്ടക്കായും ലൈമെല്ലാം കുടിച്ച് എൻ്റെ മോൻ നല്ല ഉറക്കിലായിരുന്നു. അങ്ങനെ മോൻ എണീച്ചിട്ടാകുമ്പോൾ മോനിക്കും ഒരു ലൈമും ഉണ്ടക്കായെല്ലാം വാങ്ങിക്കൊടുത്ത് അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോയത് എൻ്റെ മോക്ക് കാതുകുത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഡാൻസ് ടൈപ്പ് ഇങ്ങനെ പുതിയ എണ്ണിൻ്റെ ഡ്രസ്സിനും വേണ്ടിയിട്ടാണ് പോയത്. ആടുന്ന് ആ ഡ്രസ്സെല്ലാം സെലക്ട് ആക്കി നമ്മൾ നേരെ സെഞ്ചുറിയിലേക്ക് വന്ന് ഉമ്മാക്കും ഹസ്ബൻഡിനും ആ കളർ കിട്ടിയിട്ടുണ്ടായിട്ട അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. ആടെ ഉണ്ടായിട്ട ആടുന്ന് ആ കളർ നമുക്ക് കിട്ടിയിട്ട് അങ്ങനെ നമ്മൾ സൂര്യ സിൽക്സിൽ വന്ന് ആടുന്ന് ഹസ്ബൻഡിന് ഷർട്ട് കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഉമ്മാൻ്റെ അനിയത്തിനും മോളെയും കാണുന്നു. അങ്ങനെ അവരൊന്നിച്ച് നമ്മൾ ആദ്യം ശോഭികയിലേക്ക് പോയി. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ കുഞ്ഞിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിന്. അങ്ങനെ അവിടുന്ന് ഉമ്മാക്കും ഡ്രസ്സ് കിട്ടി. പിന്നെ ഇത് പോകുന്നത് നമ്മൾ അതിന് പിറ്റേ ദിവസമുള്ള ഒരു വീഡിയോ ആണ്. അത് നമ്മൾ അന്ന് പരിപാടീൻ്റെ ഒരു ദിവസം മുമ്പാണ്. നമ്മൾ പോയപ്പാട് തന്നെ നമുക്ക് ഭയങ്കര ദാഹം. അങ്ങനെ നമ്മൾ ലൈമെല്ലാം കുടിച്ച് പിന്നെ ഈ വാടകേൻ്റെ ഡ്രസ്സ് വാങ്ങാൻ പോകാനുണ്ട്. നമ്മളെ പരിപാടി വെള്ളിയാഴ്ചയാണ് വരുന്നത്. ഇത് ബുധനാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ വാടകേൻ്റെ ഡ്രസ്സെല്ലാം അവിടെ പോയിട്ട് വാങ്ങി. അതിനുള്ള എല്ലാ സെറ്റിങ്സും കാര്യമെല്ലാം അവിടുന്ന് വാടകയ്ക്ക് വാങ്ങിയതാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് പെയിൻറ്റിൻ്റെയും കൂടി ആവശ്യമുണ്ട് അതിനൊന്ന് ടച്ചാക്കാൻ. അങ്ങനെ അവിടുന്ന് നമ്മൾ ആദ്യം കുറച്ച് പെയിൻറ്റ് കൂടി വാങ്ങി. അങ്ങനെ അവിടുന്ന് പെയിൻ്റെല്ലാം വാങ്ങിയിട്ടേക്കും നമുക്ക് ഭയങ്കര വിശപ്പ്. അങ്ങനെ നമ്മൾ നല്ല സാമ്പാറും ചോറും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ല ഇലയിലുള്ള സാമ്പാറും ചോറ് പിന്നെ എന്തെല്ലോ കൂട്ടുകറി പിന്നെ വേറെ എന്തെല്ലോ കറി ഉണ്ടായിന്, വറവ്, അച്ചാർ, അങ്ങനത്തെ ഐറ്റംസ് എന്തെല്ലോ ഉണ്ടായിന്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും നമ്മൾ മൂന്നാളും പറഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്ര നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്നതെന്ന്. അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിന് ചോറും കറിക്കും. നമുക്ക് പൊതുവെ ഇങ്ങനത്തെ സാമ്പാറും ചോറ് ഇലയിൽ ഉള്ളത് ഉപ്പേരി കൂട്ടുകറി ഇങ്ങനത്തെ എല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പൊതുവേ നെയ്ച്ചോറ് ബിരിയാണി ഇങ്ങനത്തേനേക്കാളും ഇഷ്ടം ഇതാണ്. അതിനൊന്നിച്ച് നമ്മൾ ഒരു കട്ട്ല പൊരിച്ചതും വാങ്ങിന്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് നേരെ പോയത് എക്സ്ട്രാ മാളിലേക്കാണ്. അവിടുന്ന് കുറച്ച് സാധനം വാങ്ങാണ്ട് പിന്നെ നമ്മൾ വേറെ കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായത്. അവിടെ നമ്മൾ ബില്ല് കൊടുത്തിട്ടാണ് നമ്മൾ എക്സ്ട്രാ മാളിലേക്ക് വരുന്നത്. എക്സ്ട്രാ മാളിൽ നിന്ന് കുറച്ച് സാധനം ഇങ്ങനത്തെ ഉള്ളി പച്ചമുളക് ഇങ്ങനത്തെ എല്ലാം വാങ്ങാനുണ്ടായിന്. പിന്നെ അച്ചാർ ഇങ്ങനെ നമുക്ക് ചോറ് വെക്കുന്നവർ ബില്ല് തന്നിട്ടുണ്ടായിന്. അതിനനുസരിച്ചിട്ടുള്ള സാധനം വാങ്ങാനുണ്ട്. പിന്നെ കുറച്ച് സാധനം ഇവിടുന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സും ഇതെല്ലാം വാങ്ങാനുണ്ടായിന്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനം എക്സ്ട്രാ മാളിൽ നിന്ന് വാങ്ങി നമ്മൾ ഇങ്ങനെ ബില്ലെല്ലാം ആക്കി. നമ്മൾ എന്നിട്ട് നേരെ പോയത് അവിടുന്ന് ബില്ലാക്കിയിട്ട് നേരെ മറ്റിടത്ത് പോയിട്ട് സാധനം എല്ലാം വാങ്ങി നമ്മൾ നേരെ പുരക്കേക്ക് പോകുന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരുന്നതായിരിക്കും. നമ്മളെ പരിപാടീൻ്റെ വീഡിയോ എല്ലാം വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.